ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ വിവിധ മുസ്ലിം ദേവാലയങ്ങളിൽ പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു. മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ചീഫ് ഇമാം ആഷിഖ് അൽ കൗസരി കാസിം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ ജുമാ മസ്ജിദുകളിൽ നടന്ന നിസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. വിശുദ്ധിയുടെ 30 ദിനരാത്രങ്ങൾക്ക് ശേഷം ഇന്ന് ആത്മഹർഷത്തിന്റെയും ആത്മനിർവൃതിയുടെയും ചെറിയ പെരുന്നാൾ. വ്രതാനുഷ്ഠാനവും രാവേറെ നീണ്ടുനിന്ന പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും കൊണ്ട് ധന്യമാക്കപ്പെട്ട പുണ്യ റംസാൻ മാസത്തിന് വിട ചൊല്ലിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. കടുത്ത വേനൽ ചൂടിന്റെ പരീക്ഷണങ്ങളെ മറികടന്നാണ് ഇത്തവണ വിശ്വാസികൾ റംസാൻ വ്രതം പൂർത്തിയാക്കിയത്. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഫിത്ർ സക്കാത്ത് എന്നുള്ളതാണ്. തൻ്റെ അയൽവാസി, തൻ്റെ സഹജീവി പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവർക്കുള്ള ആഹാര വകകൾ കൊടുക്കുകയും അതുപോലെ 30 ദിവസത്തെ ഒരു മാസക്കാലത്തെ ത്യാഗോജനമായ ഏറ്റവും വിശ്വാസികളുടെ ഈ ജീവിതത്തെ മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. വിശ്വാസികൾ പുതുവസ്ത്രമണിഞ്ഞും പരസ്പരം ആശ്ലേഷിച്ചും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ജില്ലയിലെ വിവിധ മുസ്ലിം ദേവാലയങ്ങളിൽ പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു. മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ചീഫ് ഇമാം ആഷിഖ് അൽ കൗസരി കാസിം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചെറിയ പെരുന്നാൾ ആഘോഷ ചടങ്ങുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയും വിശ്വാസികൾക്ക് സന്ദേശം നൽകി. മതേതരത്തിന്റെ സാഹോദര്യ സ്നേഹം പകർന്നു നൽകി മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്ക പള്ളിയിൽ നിന്നും വൈദികർ ഇമാമിന് മധുരപലഹാരങ്ങൾ നൽകി ആലിംഗനം ചെയ്തു. മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്ക വികാരി മൈക്കിൾ വലിയിഞ്ചിൽ വിശ്വാസികൾക്ക് റംസാന്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നു. ഈദ് മുബാറക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ ഒരു തിരുനാളായത്. മറ്റുള്ളവനെ രക്ഷിക്കുക, നമ്മൾ രക്ഷ അനുഭവിച്ചു ആ രക്ഷയിലേക്ക് മറ്റുള്ളവരെയും കൂടെ ചേർത്തണയ്ക്കാനായിട്ട് ഈ സഹോദരങ്ങൾ കാണിക്കുന്ന ആ നല്ല പ്രവൃത്തി എല്ലാവർക്കും അനുകരണീയമാണ്, സ്വാഗതാർഹമാണ്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാൻ, എല്ലാവരിലുള്ള നന്മയെ തിരിച്ചറിഞ്ഞ് ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന ഈ തിരുനാളിന് എല്ലാവിധ മംഗളങ്ങളും എല്ലാ വ്യക്തികൾക്കും നേരുകയാണ്. ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നൂറുകണക്കിന് വിശ്വാസികൾ നിസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും പെരുന്നാൾ നമസ്കാര ശേഷം സ്നേഹ സന്ദേശം പകർന്ന് എല്ലാവരെയും ആലിംഗനം ചെയ്താണ് റംസാൻ പെരുന്നാൾ ആഘോഷമാക്കിയത്. കുടുംബ സൗഹൃദ ബന്ധങ്ങൾ പുതുക്കാനും സ്നേഹം പങ്കുവയ്ക്കാനുമുള്ള അവസരം കൂടിയാണ് ചെറിയ പെരുന്നാൾ ആഘോഷം. ബന്ധുമിത്രാദികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ സന്തോഷത്തിൽ പങ്കുചേർന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.